2004 യൂറോ കപ്പ് ഫൈനൽ വേദി. അതെ, പോർച്ചുഗൽ ഗ്രീസുകാരോട് 1-0 എന്ന സ്കോറിന് പരാജയപ്പെട്ട ദിവസം. വർഷങ്ങൾ പലതും കടന്നുപോയിക്കൊണ്ടിരുന്നു. യൂറോ കപ്പ് 2008 ക്വാർട്ടർ ഫൈനൽ വേദി. പോർച്ചുഗൽ ജർമ്മനിയോട് 3-2 എന്ന സ്കോറിന് വീണ്ടും പരാജയം ഏറ്റുവാങ്ങിയ ദിവസം. എന്നാൽ 2012 യൂറോ കപ്പ് സെമി ഫൈനൽ പോർച്ചുഗലിന് ഏറെ ആശ്വാസകരമാകുമെന്ന് ആരാധകരൊക്കെ ഉറച്ചു വിശ്വസിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അന്നും സ്പെയിനിനോട് പോർച്ചുഗൽ പെനാൽറ്റിയിൽ പരാജയപ്പെടുകയാണ്. തുടരെ കിട്ടിയ ഈ തോൽവികൾ ഒരിക്കലും സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തെ ഒരിക്കലും തളർത്തി കളഞ്ഞില്ല. ഒരു കപ്പെങ്കിലും തനിക്ക് തന്റെ രാജ്യത്തിന് നേടിക്കൊടുക്കണമെന്ന വാശിയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ. 2016 പോർച്ചുഗലും ഫ്രാൻസും തമ്മിലുള്ള ആ വാശിയേറിയ യൂറോ കപ്പ് ഫൈനൽ മത്സരം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മത്സരത്തിൽ 7 മിനിറ്റിൽ ആരാധക ലോകത്തെ മൊത്തം നടുക്കിക്കൊണ്ട് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇഞ്ചുറിഡ് ആവുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. പക്ഷേ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് തന്നെ തിരികെ വരികയാണ്. എന്നിട്ട് തന്റെ സഹതാരങ്ങൾക്ക് വേണ്ട എല്ലാ നല്ല നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് ഒരു മാനേജറെ പോലെ അദ്ദേഹം ഗ്രൗണ്ടിന്റെ സൈഡിൽ നിന്ന് കളി നിയന്ത്രിച്ചു. യെസ്, ഫൈനലി അദ്ദേഹത്തിന്റെ ആ നിയന്ത്രണം ഫലം കാണുകയാണ്. 109 മിനിറ്റിൽ ഇടന്റെ മനോഹരമായ ഒരു ഗോളിൽ പോർച്ചുഗൽ ഫ്രാൻസിനെ 1-0 എന്ന സ്കോറിന് വീഴ്ത്തിയിരിക്കുകയാണ്.